എയ്സ് ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്ത് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ? തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഗ്രാമീണ മേഖലയിൽ അറിയാവുന്ന തൊഴിൽ നൽകിക്കൊണ്ട് അവർക്ക് വേതനം ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പുരോഗതിക്കായിട്ടും, അതായത് ദരിദ്രരേഖ താഴെയുള്ള ജനങ്ങളുടെ പുരോഗതിക്കായിട്ടും ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കിക്കൊണ്ട് അവർക്ക് വേതനം നൽകുന്ന, ഉപജീവനമാർഗം വേതനം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതി കഴിഞ്ഞ 2005 സെപ്റ്റംബർ 5 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം നിയമത്തിൽ ഒപ്പുവെച്ചത്. APJ അബ്ദുൽ കലാം 2005 ഒപ്പുവെക്കുകയും ഈ നിയമം കഴിഞ്ഞ 2006 ഫെബ്രുവരി 2 രാജ്യത്തെ നിയമം ഒഫീഷ്യലായി നിലവിൽ വന്നു. അങ്ങനെ 2009 ഒക്ടോബർ 2 പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നാമകരണം ചെയ്തു. പിന്നെ ഈ പദ്ധതി കാതലായിട്ടുള്ള മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ ഈയിടെയായിട്ട് കൊണ്ടുവന്നു. ഈ പദ്ധതിയുടെ പേര് 2005 ഡിസംബർ മാസം ഈ പദ്ധതിയുടെ പേര് VBG റാംജി പദ്ധതി. അതായത് ഈ പദ്ധതിയുടെ പേര് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി എന്ന നാമകരണം ചെയ്തു. ഈ നിയമത്തിൽ കേന്ദ്ര സർക്കാർ 2025 ഡിസംബർ 21 കേന്ദ്ര പാർലമെൻറ്റ് നിയമം പാസ്സാക്കുകയും അങ്ങനെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ നിയമത്തിൽ ഒഫീഷ്യലായിട്ട് ഒപ്പുവെക്കുകയും ചെയ്തു. അങ്ങനെ ദ്രൗപദി മുർമു ഈ നിയമത്തിൽ ഒപ്പുവെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാതലായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ, മുമ്പ് 2005 പാസ്സാക്കിയ ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര സർക്കാരാണ് നൽകിയിരുന്നത്. പുതിയ നിയമപ്രകാരം ഈ പദ്ധതിയുടെ വേതനം നൽകുന്നത് 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് ഈ പദ്ധതിയുടെ വേതനം നൽകുന്നത്, അതായത് ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. അതായത് പദ്ധതിക്ക് ആദ്യം 2005 നിയമപ്രകാരം കേന്ദ്ര സർക്കാരായിരുന്നു പൂർണ്ണമായിട്ടും ഇതിന് ഫണ്ട് അലോട്ട് ചെയ്തത്. പുതിയ നിയമപ്രകാരം 2025 പുതിയ നിയമപ്രകാരം 60% ഫണ്ട് കേന്ദ്ര സർക്കാരും 40% ഫണ്ട് സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% ഫണ്ടും, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 100% ഫണ്ടും കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. പിന്നെ ഹിമാലയൻ സംസ്ഥാനങ്ങൾ, അതായത് ഹിമാലയൻ സംസ്ഥാനങ്ങളിലെ 90% ഫണ്ടും കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ അലോട്ട് ചെയ്യുന്നത്. പുതിയ ബിൽ പ്രകാരം ഈ മുമ്പ് 2005 നിയമപ്രകാരം ഓരോ വർഷവും 100 ദിവസത്തെ തൊഴിൽദാനമാണ് ലഭ്യമാക്കിയിരുന്നത്. പുതിയ ബിൽ പ്രകാരം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 100 നിന്നും 125 ദിവസങ്ങളാക്കി കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. അതുപോലെ തന്നെ പുതിയ ബിൽ പ്രകാരം തൊഴിൽ പൂർത്തിയാക്കി 15 ദിവസത്തിനകം ഈ തൊഴിലിൻ്റെ വേതനം ലഭ്യമാക്കണം കേട്ടോ. 15 ദിവസത്തിനകം വേതനം ലഭ്യമാക്കണം. 15 ദിവസത്തിനകം വേതനം ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽ രഹിത വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വേതനം കൂടി നൽകേണ്ടി വരും. ഈ VBG റാം തൊഴിൽദാന പദ്ധതി, അതായത് പുതിയ 2025 നിലവിൽ വന്ന VBG റാംജി തൊഴിൽദാന പദ്ധതി പ്രകാരം ഈ പദ്ധതികളെ 4 തരംതിരിച്ചു. ഒന്ന്, പദ്ധതിയിലെ പ്രവർത്തനങ്ങളാണ് 4 തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജലസംരക്ഷണം. എന്ന് പറഞ്ഞാൽ ജലസംരക്ഷണം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകൾ, അതായത് ഗ്രാമീണ മേഖലകളുടെ അടിസ്ഥാന വികസനം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉപജീവനവുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകൾ. നാലാമത്തെ കാര്യം പ്രകൃതി ദുരന്ത സാധ്യത മേഖലകളുടെ സംരക്ഷണം. അതുപോലെ തന്നെ ഈ VBG റാം പദ്ധതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ ബിൽ പ്രകാരം തൊഴിൽ ആസൂത്രണം പ്രാദേശിക മേഖലയിൽ തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. പുതിയ ബിൽ പ്രകാരം തൊഴിലിൻ്റെ ആസൂത്രണം പ്രാദേശിക മേഖലയിൽ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടി തീരുമാനിക്കാവുന്നതാണ്. അതുപോലെ തൊഴിലാളികൾക്ക്
അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് പുതിയ ബിൽ പ്രകാരം ബയോമെട്രിക് സംവിധാനം, അതുപോലെ തന്നെ ഡിജിറ്റൽ ഹാജർ സംവിധാനം എന്നിവ നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ തൊഴിലാളികളുടെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ബിൽ പ്രകാരം തൊഴിൽ ആസൂത്രണം പ്രാദേശിക മേഖലയിൽ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ബയോമെട്രിക് സംവിധാനം, ഡിജിറ്റൽ ഹാജർ സംവിധാനം എന്നിവ നിലവിൽ വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, ഈ തൊഴിലുറപ്പ് ജോലികളുടെ ദുരുപയോഗം തടയാൻ വേണ്ടി AI, GPS എന്നീ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാൻ തുടങ്ങി. അതുപോലെ പഞ്ചായത്തുകൾ തോറും ഓരോ വർഷവും 2 തവണ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷം സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്ന ഒരു വർഷം ഗ്രാമസഭകളുടെ സഹകരണത്തോടു കൂടിയായിരുന്നു. ഇനി മുതൽ വിബി റാംജി പദ്ധതി പ്രകാരം പഞ്ചായത്തുകൾ തോറും ഓരോ വർഷവും 2 തവണ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത്, ഇതുപോലുള്ള ക്ലാസ്സുകൾ വീണ്ടും കാണാം. താങ്ക്